Hi everyone, welcome to my classroom. Today we are going to prepare a tender or quotation. കോസ്റ്റ് ഷീറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക് എങ്ങനെയാണ് അത് ടെൻഡർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് തിയറിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഓർ കൊട്ടേഷൻ. Business enterprises usually invite offers of producing and supplying certain products or services by an advertisement in newspaper under the title tender. നിങ്ങൾ ടെൻഡർ എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ആഡായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബിസിനസ് എൻ്റർപ്രൈസസ് ഇൻവൈറ്റ് ചെയ്യാണ്, ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടൊന്നും ഈ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സപ്ലൈ ചില പ്രോഡക്ട്സ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനാണ് ആഡ് കൊടുക്കാറുണ്ട് ന്യൂസ് പേപ്പേഴ്സിൽ ടെൻഡറിന് കാണിച്ചിട്ട്. അത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ബിസിനസ്സസ് ഇൻ റെസ്പോൺസ് ടു അഡ്വർടൈസ്മെൻറ്റ് കോട്ട് പ്രൈസ് ഫോർ ദ മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് റിക്വയർഡ് ആർട്ടിക്കിൾ ഓർ ടു റെൻഡർ സർവീസസ്. അപ്പോൾ ബിസിനസ്സസ് എന്ത് ചെയ്യും, ഈ ടെൻഡർ ഈ ആഡുമായിട്ട് എന്ത് ചെയ്യും, റെസ്പോൺസ് ചെയ്യും. ആവശ്യക്കാരെന്ത് ചെയ്യും, റെസ്പോൺസ് ചെയ്യും. പ്രൈസ് കോട്ട് ചെയ്യും. അതായത് ബിസിനസ് ഈസ് ഇൻ റെസ്പോൺസ് ടു അഡ്വർടൈസ്മെൻറ്റ് കോട്ട് പ്രൈസ് ഫോർ ദി മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് റിക്വയർഡ് ആർട്ടിക്കിൾ ഓർ റെൻഡർ സർവീസ്. അപ്പോൾ ഈ സർവീസസ് അവൈലബിൾ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ ടെൻഡർ കാണുമ്പോൾ കുറേ ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുമായിട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. Then here the manufacturers estimate cost or selling price before starting production. ഇവിടെ മാനുഫാക്ചേഴ്സ് പറയുന്നത് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്യും, അതിന് എത്ര കോസ്റ്റ് വരും അല്ലെങ്കിൽ എത്ര സെല്ലിംഗ് പ്രൈസ് ഇടാം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യും. മാനുഫാക്ചേഴ്സ് ഇത്ര രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് അവരെന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും. ദിസ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഈസ് കോൾഡ് ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, ഊഹിച്ച് ഇത്രയാണ് പ്രൈസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ് ഈസ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ വിച്ച് മാനുഫാക്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദ പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, മാനുഫാക്ചേഴ്സ് ഇത്ര രൂപയ്ക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തരാം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങൾ സപ്ലൈ ചെയ്യാം എന്ന് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രൈസാണ് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ വിച്ച് മാനുഫാക്ചേഴ്സ് ആർ ഇൻട്രസ്റ്റ്, അവർ താല്പര്യപ്പെടുന്ന പ്രൈസാണ് ടു സപ്ലൈ പ്രോഡക്റ്റ് ടു ദി കസ്റ്റമേഴ്സ്. ദി ടെൻഡർ പ്രൈസ് ഷുഡ് ബി ഫിക്സഡ് വെരി കെയർഫുള്ളി because if the tender price is comparatively higher, manufacturer cannot get order from customers. അതായത് ടെൻഡർ പ്രൈസ് കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഓവറാണ് ടെൻഡർ പ്രൈസ് എങ്കിൽ, ഹയർ പ്രൈസ് ആണ് എങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യില്ല, ഇവരെ അപ്രോച്ച് ചെയ്യില്ല, ഇവരുമായിട്ട് ഒരു റെസ്പോൺസും കൊടുക്കില്ല. മാനുഫാക്ചേഴ്സ് അവരുടെ പ്രോഡക്റ്റിന് ഹയർ പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യില്ല, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യില്ല. ഇഫ് ദി ടെൻഡർ പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ്, മാനുഫാക്ചർ ഹാസ് ടു സഫർ ഹ്യൂജ് ലോസ്. ഒരുപാട് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുറഞ്ഞു പോയാലോ മാനുഫാക്ചേഴ്സ് എന്ത് ഫേസ് ചെയ്യേണ്ടി വരും, ലോസ്, ഹ്യൂജ് ലോസ് സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് കുറഞ്ഞും പോകാൻ പാടില്ല, ഒരുപാട് കൂടിയും പോകാൻ പാടില്ല. കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ തരത്തിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം മാനുഫാക്ചേഴ്സ് ഫിക്സ് ചെയ്യേണ്ടത്. ടെൻഡർ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ഷീറ്റ് ഓഫ് പ്രീവിയസ് പീരീഡ് ആൻഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ലൈക്ലി ചേഞ്ചസ് ഇൻ കോസ്റ്റ്. ടെൻഡർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, പ്രീവിയസ് പീരീഡിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിലാണ്. പ്രീവിയസ് പീരീഡിലെ കോസ്റ്റ് ഷീറ്റ് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഡയറക്റ്റ് കോസ്റ്റ് വന്നു, എത്ര ഓവർ ഹെഡ് കോസ്റ്റുകൾ വന്നു, അങ്ങനെ ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതിൽ വേണ്ട ചേഞ്ചസ്, അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഒരുപാട് സിറ്റുവേഷൻസ് വരാം. അപ്പോൾ പല സിറ്റുവേഷനിൽ നമുക്ക് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ആസ് ഓഫ് ഓവർ ഹെഡ്. അതായത് ഓവർ ഹെഡ് പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടെൻഡർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്, ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്.
ഇൻ ദിസ് സിറ്റുവേഷൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗിവൻ. ഈ ഒരു കേസിൽ എന്ത് ചെയ്യില്ല, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് തരില്ല. ദാറ്റ് ഈസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻ പ്രീവിയസ് പീരീഡ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. അതായത് പ്രീവിയസ് പീരീഡിൽ പെർ യൂണിറ്റ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഡയറക്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും. ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജസ് ആർ ക്ലിയർലി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ബട്ട് ദർ ഈസ് നോ ഇൻഫർമേഷൻ റിഗാർഡിങ് ഓവർഹെഡ്. ഓവർഹെഡിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ഒരു സിറ്റുവേഷനിൽ താഴെ പറയുന്ന ചില സ്റ്റെപ്സുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് പ്രീവിയസ് പീരീഡ് ബൈ യൂസിങ് ദി കോസ്റ്റ് ഡാറ്റ ഓഫ് പ്രീവിയസ് പീരീഡ്. പ്രീവിയസ് പീരീഡിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടും, അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് പീരീഡിൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ പ്രീവിയസ് പീരീഡിൽ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. പ്രീവിയസ് പീരീഡിലെ കോസ്റ്റ് ഇൻഫർമേഷൻ തരും, അത് വെച്ചിട്ട് പ്രീവിയസ് പീരീഡിൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ലേ, നമ്മളത് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. നമ്മൾ എത്രയാണ് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിന് എത്ര ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഓവർ ഹെഡ് നമുക്കറിയില്ല. അപ്പോൾ ഏകദേശം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പ്രീവിയസ് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ആ സ്റ്റെപ്പാണ് രണ്ടാമത്. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് ഈസ് അബ്സോർബ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. എപ്പോഴും നിങ്ങൾ പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഫാക്ടറി ഓവർ ഹെഡ് എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ആ ഡയറക്റ്റ് വേജസ് ഒന്ന് പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഫാക്ടറി ഓവർ ഹെഡ് എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലായിരിക്കും. ഫാക്ടറി ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസ്, അത് മറന്നു പോകരുത് കേട്ടോ. ആൻഡ് ഓഫീസ് ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അത് രണ്ടും അബ്സോർബ് ചെയ്യുന്നത് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൻ്റെ ബേസിലാണ്. ഫാക്ടറി കോസ്റ്റ് എന്താണ്, വർക്ക് കോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. കോസ്റ്റ് ഷീറ്റ് മൂന്നെണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആയാലും ശരി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആയാലും ശരി, രണ്ടും അബ്സോർബ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ ഫാക്ടറി കോസ്റ്റിൻ്റെ ബേസിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് വേജസ് ഇസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്, അതെങ്ങനെയാണ്? ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. ഫാക്ടറി കോസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് വർക്ക് കോസ്റ്റ്. ഓക്കെ, ഇൻറ്റു 100 ചേർക്കുന്ന എന്തിനാ? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓഫീസ് ഓവർ ഹെഡും സെല്ലിംഗ് ഓവർ ഹെഡും ചെയ്യുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസിനെ ബേസ് ചെയ്തിട്ടുമാണ്. If the specific instructions are given in the question regarding absorption overhead, we should follow those instructions. ഇനി പെർസെൻറ്റേജ് ഒന്നും ചില സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ദി പെർസെൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഗിവൺ, ഇറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തരുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കും. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കോസ്റ്റിൻ്റെ മുകളിലാണോ തന്നിട്ടുള്ളത്, അതുപോലെ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണോ തന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് തേർഡ് സ്റ്റെപ്പാണ്. എന്താണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്? പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ടു ഫൈൻഡ് ഔട്ട് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. ഇനി നമ്മൾ ടെൻഡറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സെല്ലിംഗ് പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന നമ്മൾ ഏകദേശം ഈ ഒരു രൂപയ്ക്ക് നമുക്ക് വിൽക്കാമെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ടെൻഡറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും.
അതാണ് ലാസ്റ്റ് സ്റ്റേജിൽ. ഇവിടെ നമ്മൾ സാധാരണ കോസ്റ്റ് ഷീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രൈം കോസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ ലേബർ ആസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏതൊക്കെ ലേബർ കോസ്റ്റ് ഏതൊക്കെ എക്സ്പെൻസ് തന്നിട്ടുണ്ടോ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. Then overheads are absorbed on the basis of percentages calculated as per 2. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ട്. അത് പ്രകാരം ഓരോ ഓവർഹെഡും എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓവർഹെഡ്സ് ആർ ആഡഡ് വിത്ത് പ്രൈം കോസ്റ്റ്, ദെൻ വി ഗെറ്റ് ടോട്ടൽ കോസ്റ്റ്. അങ്ങനെ ഓരോ ഓവർഹെഡ് പ്രൈം കോസ്റ്റ് കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അങ്ങനെ ഓരോ ഓവർഹെഡും നമ്മൾ ആഡ് ചെയ്യും, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. ലാസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ലാസ്റ്റ്ലി ദ പ്രോഫിറ്റ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ആഡഡ് ടു ടോട്ടൽ കോസ്റ്റ് ആൻഡ് ദിസ് ടോട്ടൽ ഈസ് അറ്റ് എൻ്റെ പ്രൈസ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ബേസിൽ ആ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റേജൊന്നുമില്ല, 3 സ്റ്റേജുള്ളൂ. ആദ്യം പ്രീവിയസ് ഇൻഫർമേഷൻ വെച്ച് കോസ്റ്റ് ഷീറ്റ് കാണുന്നു, പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് കാണുന്നു, പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം നമ്മൾ പ്രൈം കോസ്റ്റും കൂടെ എല്ലാ ഓവർഹെഡും ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ചിലപ്പോൾ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളല്ലാതെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രോഫിറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ഐദർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓർ സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് ചിലപ്പോൾ നമുക്ക് കോസ്റ്റിൻ്റെ മുകളിലാണ് കാണേണ്ടി വരിക, ചിലപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. If nothing is given in the question, that is the percentage of profit should be presumed to be on cost. If the percentage of profit is on cost, the amount of profit can be calculated easily. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തരിക എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നമ്മളുടെ അടുത്ത് പറയുക പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20% ഓൺ കോസ്റ്റ് എന്നാണ് തരിക. അപ്പോൾ കോസ്റ്റിൻ്റെ മുകളിൽ 20% കണ്ടാൽ മതി. കാരണം കോസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ കോസ്റ്റിൻ്റെ മുകളിൽ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ ഒരു കോംപ്ലിക്കേഷൻസും വരുന്നില്ല. കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഈസി ആയിരിക്കും. ഇഫ് ദ ഗിവൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് ഓൺ സെല്ലിംഗ് പ്രൈസ്, പക്ഷേ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്താ ചെയ്യുക, ദി കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ബിക്കം ഡിഫിക്കൾട്ട്, കുറച്ച് ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് വി ഡോണ്ട് നോ ദ സെല്ലിംഗ് പ്രൈസ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണല്ലോ അത് ചെയ്യണത് അല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അറിയില്ല, പക്ഷെ നമ്മൾ എങ്ങനെ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കാണുക, ചെറിയൊരു ബുദ്ധിമുട്ടില്ലേ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തരിക, അതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങോട്ട് മാറ്റണം, ഏതിലേക്ക് മാറ്റണം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലേക്ക് മാറ്റണം. അത് നമുക്ക് പഠിയുന്ന കാര്യങ്ങൾ സിമ്പിളാണ്. അപ്പോൾ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20% of profit on selling price will be equal to 25% on cost. നമ്മളടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 20% സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് കോസ്റ്റ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, കോസ്റ്റ് മുകളിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, 20% പ്രോഫിറ്റ്, പക്ഷേ എന്തിൻ്റെ മുകളിലാണ്, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ. നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയോ, ഇല്ല. അതിനെ നമുക്ക് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% ആണ് പ്രോഫിറ്റ് എങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റിൻ്റെ മുകളിൽ 25% ആയിരിക്കും. ഓക്കെ, 25% ആയിരിക്കും കോസ്റ്റിൻ്റെ മുകളിൽ. അത് തറവായിട്ട് മനസ്സിലാക്കി വെക്കാം. അത് പ്രൂവ് ചെയ്യിക്കാൻ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത് നോക്കി നോക്കും. സപ്പോസ് സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കാം. സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണ്, 20% പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ എത്ര ശതമാനം പ്രോഫിറ്റ്, 20% ആണെങ്കിൽ 100ൻ്റെ 20% എത്രയാണ്, 20 റുപ്പീസ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എത്ര വന്നു, 20 രൂപയല്ലേ വന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് കിട്ടും. കോസ്റ്റ് എത്ര രൂപ, 80 രൂപ അല്ലേ. 80 രൂപ കോസ്റ്റും അതിൻ്റെ കൂടി 20 രൂപ പ്രോഫിറ്റും കൂടി കൂട്ടിയപ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് 100 വരിക. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണ് നമ്മൾ അസ്യൂം ചെയ്തു, വിചാരിച്ചു. അത് 20% പ്രോഫിറ്റ് കണ്ടു, 20 രൂപ, അപ്പോൾ കോസ്റ്റ് 80.
ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോണത്? 20% പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലെങ്കിൽ ഇവർ പറയുന്നത് എന്താണ്? 25% ആണ് കോസ്റ്റിൻ്റെ മുകളിൽ നിന്നല്ല. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ശരിയാണോ തെറ്റാണോ എന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 80. 20% സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ അല്ലേ? അത് കോസ്റ്റിൻ്റെ മുകളിൽ എത്രയാണ് നോക്കുക? ഡിവൈഡഡ് ബൈ 80 × 100. എത്ര കിട്ടിയെന്ന് നോക്കൂ. എത്ര കിട്ടുക? 25% ആണ് കിട്ടുക. 20 പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ കാണാം? 20 ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ്? 80 × 100 എന്ന് വെച്ച് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടി? കോസ്റ്റിൻ്റെ മുകളിൽ 25% കിട്ടി. ക്ലിയർ അല്ലേ? 0.25 × 100 എന്ന് പറഞ്ഞാൽ 25% അല്ലേ? അപ്പോൾ ശരിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ അന്നേക്ക് ആ ഒരു ബോക്സ് തരാം, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പഠിയുന്നില്ലെങ്കിൽ മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, നല്ലോണം മനസ്സിലാവുകയും ചെയ്യും, മറന്നു പോവില്ല അല്ലേ? ഒരു നിവൃത്തിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റണില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട, ഈസിയാണിത്. പക്ഷെ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, അതും അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ 25% കണ്ടു. ഇനി ദസ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എന്താ 1/5 എങ്ങനെ കിട്ടി? 20% എന്ന് പറഞ്ഞാൽ എന്താ? 20 ഡിവൈഡഡ് ബൈ 100 അല്ലേ? 20 ഡിവൈഡഡ് ബൈ 100നെ നമ്മൾ ഷോർട്ടാക്കുമ്പോൾ 1/5 ആണ് വരിക. അതുപോലെ 25 ഡിവൈഡ് ബൈ 100നെ ഷോർട്ടാക്കുമ്പോൾ 1/4 ആണ് വരിക. അപ്പോൾ 1/5 ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/4 ഓൺ കോസ്റ്റ് ആണെന്ന് അർത്ഥം. പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ അവിടെ 25% ഓൺ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വെൻ ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഈസ് ഗിവൺ, പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ബിലോ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കിട്ടിയിട്ടുണ്ടാവും ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ നമുക്ക് കോസ്റ്റിൽ കിട്ടിയിട്ടുണ്ടാവും ഡിവൈഡഡ് ബൈ 100 മൈനസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് കാണുക? പെർസെൻറ്റേജ് തന്നിട്ടുള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ്, പക്ഷെ നമുക്ക് കോസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഇൻറ്റു എത്രയാണോ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എത്രയാണോ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് പ്രോഫിറ്റിൻ്റെ അത്രയും ചെയ്താൽ മതിയാവും. ഓക്കെ, അതല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് തന്ന പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് അല്ലേ തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇനി നേരത്തെ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. കാരണം സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ കാണാമെന്നറിയണ്ടേ? 1/10 ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/9 ഓൺ കോസ്റ്റ് ആയിരിക്കും. ഒന്നോട് റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, 1/9 ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/8 ഓൺ കോസ്റ്റ് ആയിരിക്കും. കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടിയാലാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണൊന്ന് കൂടി നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു അസംഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ 1/5 ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/4 ഓൺ കോസ്റ്റ് ആയിരിക്കും. 1/4 ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/3 ആയിരിക്കും കോസ്റ്റിൻ്റെ മുകളിൽ. 1/3 ആണ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ, ഹാഫ് ആയിരിക്കും കോസ്റ്റിൻ്റെ മുകളിൽ. ഇതൊന്ന് പഠിച്ചു വെച്ചാലും മതി. പക്ഷേ പെർസെൻറ്റേജ് ഫോമിലാണ് തരുന്നതെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ഫോമിലും കൂടെ പഠിക്കണം. അതായത് 10% 1/10 എന്ന് പറഞ്ഞാൽ 10% ആണെങ്കിൽ എത്രയായിരിക്കും കോസ്റ്റിൻ്റെ മുകളിൽ, അങ്ങനെ അത് വെച്ച് പഠിച്ചാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഈ 1/5 കേസ് നോക്കുക. കണ്ടോ, ഈ 1/5 ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% അല്ലേ? അപ്പോൾ ഇത് 25% ആണ്. അപ്പോൾ ഇതോ 1/4 എന്ന് പറയുന്നത് 25% ആണെങ്കിൽ ഇവിടെ 33.33% ആണ് വരിക. ഓക്കെ, ഇവിടെ 1/3 എന്ന് പറഞ്ഞാൽ 33.33% ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 50% ആയിരിക്കും. ഓക്കെ, ഇവിടെ 1/6 ആണെന്ന് വിചാരിക്കുക. 1/6 ആണെങ്കിൽ 16.67% ആണ്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? 20% ആണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കേണ്ടത്? പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ ഒരു തിയറി നിങ്ങൾ ആദ്യം എഴുതി വെച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും, ഷുവറാണ്. ഇനി അപ്പോഴും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സോൾവ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.